ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റാണ് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര് ബോൺസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ബന്ധനങ്ങൾ. ഈ യൂണിറ്റിൽ നമ്മൾ 3 പാഠങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ പാഠം മെറ്റേണിറ്റി എഴുതിയിട്ടുള്ളത് ലിലിക്ക നക്കോസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി റൈറ്റർ എഴുതിയിട്ടുള്ള മെറ്റേണിറ്റി എന്നുള്ള പാഠവും, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു എഴുതിയിട്ടുള്ള സോങ് ഓഫ് എ ഡ്രീം എന്നുള്ളൊരു പോയവും, അത് കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മുടെ എവിടെയും പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള ടോൾസ്റ്റോയ് ഓട്ടോബയോഗ്രഫിയുടെ ഭാഗമാണത്. അങ്ങനെയുള്ള ഒരു 3 പാഠങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ബോൺസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ബന്ധനങ്ങൾ. അപ്പം ഈ 3 പാഠത്തിലും സ്നേഹത്തിൻ്റെ ബന്ധനങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ കുറിച്ചിട്ടുള്ള പാഠങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ, ഈ 3 കഥയിലും ഈ യൂണിറ്റ് മൊത്തം 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം കഥയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് പേജിൽ തന്നെ നമുക്കൊരു പിക്ചർ കാണാം അല്ലേ? ഒരു പിക്ചർ കാണാം. എന്താണ് ആ പിക്ചർ? അവിടെ ഒരു ഗ്ലോബുണ്ട്, ഭൂമി അല്ലേ? ഗ്ലോബല്ല, ഭൂമിയാണ് അല്ലേ? ഭൂമിയുടെ ഒരു സിമ്പൽ. പിന്നെ അതുപോലെ 2 പ്രാവുകളുണ്ട്. പിന്നെ കുറച്ച് പേര് കൈകൾ കോർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതിന് തൊട്ട് താഴെയായിട്ട് 4 ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? വാട്ട് യു സീ ഇൻ ദ പിക്ചർ? നിങ്ങളെന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? നമ്മളെന്താ ചിത്രത്തിൽ കാണുന്നത്? വി സീ എ ഗ്ലോബ് സറൗണ്ടഡ് ബൈ പീപ്പിൾ സ്റ്റാൻഡിങ് ടുഗദർ ആൻഡ് 2 doves. നമ്മൾ ചിത്രം കാണുന്നത് ഒരു ഗ്ലോബിനെ കുറച്ച് ആൾക്കാർ കൈകൾ കോർത്ത് പിടിച്ച് ഒരു ഗ്ലോബിന് ചുറ്റും നിൽക്കുന്നതും അതുപോലെ 2 പ്രാവുകളെയുമാണ് ചിത്രത്തിൽ കാണുന്നത്. ഹൗ ആർ ദ പീപ്പിൾ സീൻ? ഈ മനുഷ്യർ, ഇതിൽ ഉള്ള ആളുകൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അവരെങ്ങനെയാണ് ആ ചിത്രത്തിലുള്ളത് എന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ്? ദ പീപ്പിൾ ആർ ഹോൾഡിങ് ഹാൻഡ്സ് വിത്ത് ഈച്ച് അതർ ലൈക്ക് എ ഹ്യൂമൻ ചെയിൻ. ആളുകളെല്ലാം എങ്ങനെയാണ്? കൈകൾ കോർത്ത് പിടിച്ചിട്ട് ഒരു മനുഷ്യ ചങ്ങല പോലെയാണ് നിലകൊള്ളുന്നത് അല്ലേ? 3ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡു ദ ഡോവ്സ് സിഗ്നിഫൈ? എന്താണ് ഡോവ്സ്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡോവ്സിനെ, പ്രാവുകളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്? ദ ഡോവ്സ് സിഗ്നിഫൈ പീസ് ആൻഡ് ഹാർമണി അല്ലേ? സമാധാനവും അതുപോലെ ഒരുമ, ഐക്യം ആണ് പ്രാവുകളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. വാട്ട് ഐഡിയ ഡസ് ദ പിക്ചർ കൺവേ? എന്ത് ആശയമാണ് ഈ ചിത്രം നമ്മൾക്ക് പകർന്നു നൽകുന്നത്? എന്താശയമാണ്? ദർ എക്സിസ്റ്റ് ഹാർമണിയസ് ബോണ്ട് ഓഫ് ലവ് ആൻഡ് പീസ് ഇൻ ദ യൂണിവേഴ്സ്. ലോകത്ത് ഒരുമയുടെ, സ്നേഹത്തിൻ്റെ ബന്ധം, ഐക്യത്തോടുള്ള സ്നേഹത്തിൻ്റെ ബന്ധം, അതുപോലെ സമാധാനവും ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നൺ ക്യാൻ ലീവ് അലോൺ. നമുക്കാർക്കും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരില്ല. ദർ മസ്റ്റ് ബി യൂണിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. അവിടെ ഒരുമയും ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് സാഹോദര്യവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് 1ാമത്തെ പേജിൽ വരുന്നത്. നമുക്ക് തൊട്ടടുത്ത പേജിലേക്ക് പോകാം. എന്താ അവിടെ ഉള്ളത്? ദർ യു ക്യാൻ സീ എ പിക്ചർ. അവിടെ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ? ഒരു പിക്ചർ കാണാം അല്ലേ? എന്താണ് പിക്ചർ? അവിടെ ഒരു തീജ്വാല ഉണ്ട്. അതിനകത്ത് 4 കൈകൾ, ഒരു ക്യാൻഡിൽ പിടിച്ചിട്ടുണ്ട്. 5 കൈകൾ. ഒരു കൈയിൽ ക്യാൻഡിൽ കത്തി നിൽക്കുന്നൊരു ക്യാൻഡിലുണ്ട്. മറ്റു 4 ക്യാൻഡിലേക്ക് വെളിച്ചം പകരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു കവിത കാണാം നിങ്ങൾക്ക്. ലൈറ്റിംഗ് 1 candle വിത്ത് അനദർ candle സ്പ്രിംഗ് ഈവനിങ്. ഒരു മെഴുകുതിരി വെച്ച് മറ്റൊരു മെഴുകുതിരിയിലേക്ക് വെളിച്ചം പകർന്നു കഴിഞ്ഞാൽ എന്താണ്? വസന്തം വിടർന്നു വരുന്നു, വസന്തം വരുമെന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തുള്ളത്. ഇത് ഒരു ഹൈക്കു കവിതയാണ്. ഹൈക്കു കവിത. വാട്ട് ഇസ് മീൻ ബൈ ഹൈക്കു പോംസ്? എന്താണ് ഹൈക്കു കവിതകൾ എന്ന് പറഞ്ഞാൽ? ഹൈക്കു കവിതകൾ എന്ന് പറഞ്ഞാൽ ആൻ അൺറൈംഡ് വേഴ്സ് ഫോം ഇൻ 3 lines. ഇറ്റ് ഈസ് ഓഫ് ജാപ്പനീസ് ഒറിജിൻ. ഹൈക്കു കവിതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വരികളുള്ള, റൈമിങ് സ്കീം ഒന്നും പ്രത്യേകിച്ചില്ലാത്ത, റൈമിങ് ഇല്ലാത്തൊരു 3 വരികൾ ഒതുങ്ങുന്ന കുഞ്ഞു കവിതകളാണ് ഹൈക്കുകൾ. ഇത് ജപ്പാനിലാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ജപ്പാൻകാരാണ് ഹൈക്കു കവിതകൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിനാണ് ഈ ഹൈക്കു കവിതകൾ ഉപയോഗിക്കുന്നത് എനിക്കറിയാം. ഹൈക്കു കവിതകൾ, അതിൽ ഒരു കുഞ്ഞു കവിതയായിരിക്കും, പക്ഷെ അതിൽ വലിയൊരു ആശയം, കുറഞ്ഞ വരികളിൽ 2-3 വരികളിൽ ഒരു വലിയ ആശയത്തെ തന്നെ
നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഹൈക്കു കവിതകൾ ഉപയോഗിക്കുന്നത്. ഈ ചിത്രം നോക്കാം അല്ലേ. നമ്മൾ പ്രകാശം ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പ്രകാശം പകരുമ്പോൾ ഒരിക്കലും ഇതിലെ പ്രകാശം നശിക്കുന്നില്ല, മറ്റുള്ളതിൽ കൂടെ പ്രകാശം വന്നിട്ട് കൂടുതൽ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ സ്നേഹവും അറിവും ഒക്കെയും. നമ്മളത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ അത് കൂടുതലായിട്ടേ വരുള്ളൂ, അതിന് ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നാണ് ഈ കവിതയുടെ അർത്ഥം. നമുക്ക് ഇനി നേരെ മറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ മാതൃത്വം അല്ലേ, മാതൃത്വം എന്നുള്ള കഥയിലേക്ക് പോകാം. ഇത് എഴുതിയിട്ടുള്ളത് ലിലിക്ക നക്കോസ്. ഇതൊരു അനക്ഡോട്ടാണ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അനക്ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ മുൻപ് എവിടെയോ കേട്ടോ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടോ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പിന്നീട് ഒരു കഥയോ ഒരു നോവലോ എഴുതുക, അതാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിച്ചതോ അല്ലെങ്കിൽ നമ്മൾ എവിടെയോ കേട്ടതോ മറന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്റ്റോറിയോ നോവലോ എന്തോ എഴുതുന്നത്, എന്തായാലും അതിനാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത്. മറ്റേണിറ്റി, മാതൃത്വം, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമുക്കിത് ലൈൻ ബൈ ലൈൻ വായിച്ച് കഥ മനസ്സിലാക്കാം. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ. അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കണം. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അർത്ഥങ്ങളൊക്കെ ഈ വീഡിയോയിൽ കേട്ട് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ, ശരി. നമുക്ക് മറ്റേണിറ്റി, മാതൃത്വം എന്നുള്ള ആ കഥ വായിക്കാം. It was more than a month since they were at Marseilles. The camp of Armenian refugees on the outskirts of the town already looked like a small village. അവർ മാർസെയിൽസിൽ എത്തിയിട്ട് ഒരു മാസത്തിലേറെ ആയിട്ടുണ്ട്, ഒരു മാസത്തിൽ കൂടുതൽ ആയിട്ടുണ്ട്. മാർസെയിൽസ് എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ദ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ്, അപ്പം നഗരത്തിലെ പ്രാന്തപ്രദേശം, ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞാൽ പ്രാന്തപ്രദേശം, കുറച്ച് അതിർത്തിയുടെ ഉണ്ട്, ഒരു ടൗണിൻ്റെ അതിർത്തി, അതാണ്. അപ്പം ഔട്ട്സ്കേർട്സ് എന്നാൽ പ്രാന്തപ്രദേശം. അപ്പോൾ നഗരത്തിലെ പ്രാന്തപ്രദേശത്തെ അർമേനിയൻ അഭയാർത്ഥി ക്യാമ്പ് ഒരു ചെറിയ ഗ്രാമം പോലെ കാണപ്പെട്ടു. They had settled down in any way they could. The richest under tents, the others in the ruined sheds. Ruined എന്ന് പറഞ്ഞാൽ തകർന്ന നശിപ്പിക്കപ്പെട്ട. But the majority of the refugees, എന്താ റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ, having found nothing better, were sheltered under carpets held up at the four corners by sticks. കാർപ്പറ്റ്സ് എന്ന് പറഞ്ഞാൽ പരവതാനി. അപ്പം എന്താണ് അവിടെ പറഞ്ഞത്? അപ്പം അവിടെയുള്ള ഓരോ ജനങ്ങളും തങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് അവിടെ താമസമർപ്പിച്ചു. നിലവാരം വലിയ സമ്പന്നർ കൂടാരങ്ങളിൽ, ടെൻ്റ് പറഞ്ഞാൽ കൂടാരങ്ങൾ, മറ്റുള്ളവർ തകർന്ന ഷെഡുകളിലും. പക്ഷേ ഭൂരിഭാഗം അഭയാർത്ഥികളും അവർക്ക് താമസയോഗ്യമായ സ്ഥലമൊന്നും കണ്ടെത്താതിരുന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? 4 കമ്പുകളിൽ ഉയർത്തിക്കെട്ടിയ പരവതാനിയുടെ അടിയിലാണ് അഭയം തേടിയത്. 4 കാല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പരവതാനി വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ചുവട്ടിലാണ് ഭൂരിഭാഗം പേര്. അവർ തീരെ അത്രയൊന്നും കാശില്ലാത്തവരാണ്, അവർ അത്രക്കും പൂർ അല്ലേ, അവരങ്ങനെയാണ് അവിടെ താമസിക്കുന്നത്. They thought themselves lucky if they could find a sheet to hang up at the sides and wall them from peering eyes. Peering eyes എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുന്ന കണ്ണല്ലേ, തുറിച്ചു നോട്ടങ്ങൾ എന്നാണ് പിയറിംഗ് ഐസ് എന്നതിൻ്റെ അർത്ഥം. അപ്പം തുറിച്ചു നോട്ടങ്ങളെ ഒഴിവാക്കുവാനായി വശങ്ങൾ മറക്കുവാൻ ഒരു ഷീറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു. Then they felt almost at home. അപ്പം അങ്ങനെ ഒരു ഷീറ്റ് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്കത് സ്വന്തം വീട് പോലെ അനുഭവപ്പെട്ടു. The men found work no matter what, so that in any case they were not racked with hunger and their children had something to eat. ഇവിടെ റാക്ക്ഡ് വിത്ത് പറഞ്ഞാൽ വേദന അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റാക്ക്ഡ് വിത്ത് ഹങ്കർ എന്ന് പറഞ്ഞാൽ പട്ടിണി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നോട്ട് റാക്ക്ഡ് വിത്ത് ഹങ്കർ എന്ന് പറഞ്ഞാൽ പട്ടിണി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ്. അപ്പം അവിടെയുള്ള പുരുഷന്മാരെന്താണ്, അവർ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ
അവിടെയുള്ള കുട്ടികൾക്കൊന്നും കടുത്ത പട്ടിണി അനുഭവിക്കേണ്ടി വന്നില്ല. അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കുവാൻ ഉണ്ടായിരുന്നു. Of all of them, Mikhail alone could do nothing. He ate the stale bread which his neighbors cared to offer, and it weighed on him. അപ്പം കൂട്ടത്തിൽ അല്ലേ, അവരിൽ മിക്കാലിക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മിക്കാലി നമ്മുടെ മെയിൻ ക്യാരക്ടറാണ്, ഈ കഥയിലെ മെയിൻ ക്യാരക്ടറാണ്. മിക്കാലിക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതെന്താ കഴിച്ചുകൊണ്ടിരുന്നത്? അയൽവാസികൾ കൊടുത്തിരുന്ന പഴകിയ ബ്രെഡായിരുന്നു അവൻ കഴിച്ചിരുന്നത്. സ്റ്റെയിൽ ബ്രെഡ്, പഴകിയ ബ്രെഡ്. സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ പഴകിയ ബ്രെഡായിരുന്നു അവൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതവന് വലിയ നാണക്കേടായിട്ട് തോന്നി. വെയ്ഡ് ഓൺ ഹിം, ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം എന്ന് പറഞ്ഞാൽ നാണക്കേട് തോന്നുക എന്നാണ്. അതവന് വലിയ നാണക്കേടായിട്ട് തോന്നി. ഫോർ ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14, ഹെൽത്തി ആൻഡ് റോബസ്റ്റ്. ലാഡ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം. അപ്പം അവനത് വലിയ മറ്റുള്ള അയൽവാസികൾ നൽകുന്ന പഴകിയ ബ്രെഡാണ് അവൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതവന് വലിയ നാണക്കേടായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് നാണക്കേടായിട്ട് തോന്നിയത്? കാരണം അവന് ആരോഗ്യവും ഉറച്ച ശരീരവും, റോബസ്റ്റ് ആണ് ഉറച്ച ശരീരം എന്നാണ്. ഉറച്ച ശരീരം, ആരോഗ്യവും ഉറച്ച ശരീരമുള്ളൊരു 14കാരനായ വലിയ ആൺകുട്ടി തന്നെ ആയിരുന്നു ബിഗ് ലാഡ്, വലിയ ആൺകുട്ടി. അപ്പം ഇവിടെ അയൽവാസികൾ നൽകുന്ന പഴകിയ ബ്രെഡ് കഴിക്കുന്നതിൽ അവന് ഭയങ്കര നാണക്കേട് തോന്നാൻ കാരണം അവന് നല്ല ആരോഗ്യവും ഉറച്ച ശരീരവുമുള്ള വലിയ 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവന് ഈ പഴകിയ ബ്രെഡ് കഴിക്കുന്നതിൽ നാണക്കേട് തോന്നുന്നത്. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക് വെൻ ഹി ലിറ്ററലി ബോർ ഓൺ ഹിസ് ബാക്ക് ദ ബർഡൻ ഓഫ് എ ന്യൂ ബോൺ ബേബ്. ലിറ്ററലി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ബോർ ബെയറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബെയർ എന്ന് പറഞ്ഞാൽ സഹിക്കുക, ചുമക്കുക എന്നൊക്കെ പറഞ്ഞു, വഹിക്കുക. അപ്പം എന്താ അവിടെ സംഭവിച്ചത്? ഇവന് എന്ത് സംഭവിച്ചു? ഒരു നവജാത ശിശുവിനെ, ന്യൂ ബോൺ ബേബ് അല്ലേ, നവജാത ശിശുവിനെ അക്ഷരാർത്ഥത്തിൽ പുറത്ത് വഹിക്കേണ്ടി വന്ന അവൻ എങ്ങനെയാണ് ജോലി അന്വേഷിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക അല്ലേ. അവന് ഇപ്പോൾ അടുത്ത് ജനിച്ചിട്ടുള്ള ഒരു നവജാത ശിശുവിനെ സ്വന്തം ശരീരത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ തൻ്റെ പുറത്ത് വഹിക്കേണ്ടി വരുന്നാൽ എങ്ങനെയാണ് അവന് ജോലി അന്വേഷിക്കാൻ കഴിയുക? സിൻസ് ഹിസ് ബർത്ത് വിച്ച് ഹാഡ് കോസ്ഡ് ഹിസ് മദേഴ്സ് ഡെത്ത് ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലൈമിംഗ് ഹിസ് ഫമിഷ്ഡ് സ്റ്റേറ്റ് ഫ്രം മോൺ ടിൽ നൈറ്റ്. അപ്പം ഈ കുട്ടി എന്താ സംഭവിച്ചത്? ഈ ശിശുവിൻ്റെ ജനനത്തോടു കൂടി അവൻ്റെ അമ്മ മരിച്ചു. ഈ കുട്ടി ജനിച്ചതോടുകൂടി അമ്മ മരിച്ചുപോയി. അതോടെ പട്ടിണിയിലായ കുട്ടി വിശപ്പ് വിളിച്ചരച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കരഞ്ഞുകൊണ്ടിരുന്നു. വിശപ്പ് വിളിച്ചരച്ചുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഫമിഷ്ഡ് പറഞ്ഞാൽ കൊടും വിശപ്പ് അനുഭവിക്കുന്നതാണ് ഫമിഷ്ഡ്. അപ്പം ഭയങ്കര വിശപ്പായി. കുട്ടി ഓർക്കണം, കുട്ടി ജനിച്ചോടനെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ആ കുട്ടിയെ ആണ് മിക്കാലിയുടെ അനിയനാണ് മിക്കാലി ചുമലിൽ ഏറ്റുകൊണ്ട് നടക്കുന്നത്. അപ്പം അമ്മ മരിച്ചുകൊണ്ട് ഭയങ്കര വിശപ്പിലായ കുട്ടി എന്തായി? കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കരഞ്ഞുകൊണ്ടേ ഇരുന്നു. ആ കുട്ടിയാണ് അവന് തൻ്റെ പുറത്ത് വഹിച്ചുകൊണ്ടിരുന്നത്. Who would have accepted Mikhail's services when his own compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night? അപ്പോൾ എന്താ സംഭവിച്ചത്? രാത്രിയിൽ ഉറക്കം കെടുത്തുന്ന കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ സഹിക്കാനാവാതെ കൂടെയുള്ളവർ തന്നെ അവൻ ആട്ടിപ്പായിക്കുമ്പോൾ മിക്കാലിയുടെ സേവനങ്ങൾ ആരാണ് സ്വീകരിക്കുക എന്ന്. അപ്പോൾ ഈ കുട്ടി തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൂടെ താമസിക്കുന്നവർക്ക് തന്നെ അത് സഹിക്കാൻ പറ്റുന്നില്ല. അവർ തന്നെ അവൻ അവിടുന്ന് ഓടിച്ചു വിടുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ആർക്കാണ് അവന് ഒരു ജോലി നൽകാൻ സാധിക്കുക? ഒരാൾക്കും അവന് ജോലി നൽകാൻ സാധിക്കില്ല. കാരണം ഈ ജോലി എടുക്കുന്ന സമയത്തും ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. അത് സഹിക്കാൻ ആർക്കും സാധിക്കില്ല. Mikhail himself was dazed by these cries. His head was empty and he was wandered about like a lost soul, dying from lack of sleep and weariness, always dragging about with him
the deafening burden that had been borne for his most misfortune and its own, and that had so badly chosen the moment to appear on this earth. ഈ കരച്ചിൽ മിക്കാലിയെ തന്നെ പരിഭ്രാന്തനാക്കിയിരുന്നു. മിക്കാലിയെ തന്നെ പരിഭ്രാന്തനാക്കുക, ഡേയ്സ്ഡ് പരിഭ്രാന്തനാക്കുക. അവനൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും ക്ഷീണവും കാരണം അവൻ്റെ ഇത് വഴി തെറ്റിയവനെ പോലെ അലഞ്ഞ് നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞ് നടക്കുകയാണ്. അതുപോലെ തന്നെ തന്നെയും ഈ ഭൂമുഖത്ത് ജനിച്ചു വീണ അന്ന് മുതൽ കുഞ്ഞിനെയും നിർഭാഗ്യം കാതടപ്പിക്കുന്ന ഒരു ശല്യമായി തോന്നിയിരുന്നു കൊണ്ടാണ് മിക്കാലി ഏന്തി വലിഞ്ഞാണ് നടന്നിരുന്നത്. ഈ കുട്ടി കാതടപ്പിച്ചാണ് കരഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, എല്ലാവരെയും ടഫിനി കാതടപ്പിക്കുന്ന അതിൽ കരഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജനിച്ച അന്ന് മുതൽ ആ കുട്ടി ജനിച്ചത് ആ കുട്ടിയുടെയും അതുപോലെ തന്നെ മിക്കാലിയുടെയും ദൗർഭാഗ്യമായിട്ടാണ് മിക്കാലിക്ക് തോന്നിയത്. Then everybody listened to it with irritation. They had so many troubles of their own and they all pitifully wished it would die. അപ്പോൾ എല്ലാവരും ആ കരച്ചിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു ശല്യമായിട്ടാണ് അവർ എല്ലാവരും ആ കരച്ചിൽ കൊച്ചുകുട്ടിയുടെ കരച്ചിൽ കേട്ടുകൊണ്ടിരുന്നത്. കൂടാതെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ആ കുഞ്ഞൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നാണ് അവരെല്ലാവരും സഹതാപപൂർവ്വം ആഗ്രഹിച്ചത്. പിറ്റിഫുള്ളി സഹതാപപൂർവ്വം ആ കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു അവിടെ കൂടുന്ന എല്ലാവരും, ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്ന എല്ലാവരും കരുതിയിരുന്നത്. But that did not happen, for the newborn child sought desperately to live and cry louder his famished state. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. അവിടെ ആഗ്രഹം പോലെ കുട്ടി മരിക്കുന്നില്ല. തൻ്റെ ദരിദ്രാവസ്ഥയിൽ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട്, ഫമിഷ്ഡ് സ്റ്റേറ്റ് ദരിദ്രാവസ്ഥ, ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ജീവിക്കാൻ ആ നവജാത ശിശു തീരുമാനിച്ചു. The distracted women stuffed their ears and Mikali wandered about like a drunken man. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് സ്ത്രീകളൊക്കെ അസ്വസ്ഥരായിട്ട് അവരെന്ത് ചെയ്തു, ചെവി പുത്തി. അപ്പോൾ ലഹരി പിടിച്ചവനെ പോലെ മദ്യപിച്ച് നടക്കുന്ന പോലെ മിക്കാലി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. He hadn't a penny in his pocket to buy the infant milk and not one woman in the camp was in position to give it the breast. കുഞ്ഞിന് പാല് വാങ്ങാൻ അവൻ്റെ കീശയിൽ ഒറ്റ നാണയം പോലും ഉണ്ടായിരുന്നില്ല. ആ ക്യാമ്പിൽ ഒരു അമ്മ പോലും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലും ആയിരുന്നില്ല. ആരും തന്നെ കുഞ്ഞിന് പാൽ കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞിന് പാൽ വാങ്ങിച്ചു കൊടുക്കാൻ മിക്കാലിയുടെ കയ്യിൽ കാശും ഇല്ലായിരുന്നു. ഇനഫ് ടു ഡ്രൈവ് വൺ മാഡ്. ഇത്രയും കാര്യങ്ങൾ ഒരാളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം മതിയായിരുന്നു. മിക്കാലി ഓൾമോസ്റ്റ് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിട്ട് മാറി. One day, unable to bear it further, Mikali went to the other side of the place where the Anatolians were. They also had fled from the Turkish massacres in Asia Minor. Massacres എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല എന്നാണ് മെസാക്കർ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു ദിവസം എന്ത് ചെയ്തു, ഒരു സഹി കെട്ടപ്പോൾ മിക്കാലി അനറ്റോലിയൻസ് താമസിക്കുന്ന മറ്റൊരു വശത്തേക്ക് ചെന്നു. വേറെ വശത്ത് അനറ്റോലിയൻസ് താമസിക്കുന്നുണ്ട്. ഇവരാരാണ്? ഇവർ അർമേനിയൻസ് ആണല്ലേ. അപ്പോൾ അനറ്റോലിയൻസ് താമസിക്കുന്ന വേറൊരു ഭാഗം അങ്ങോട്ട് ചെന്നു. അവരെവിടുന്ന് വരുന്നത്? അവർ ഏഷ്യ മൈനറിൽ നിന്ന് തുർക്കികളുടെ കൂട്ടക്കൊലയിൽ നിന്ന് പാലായനം ചെയ്ത് വന്നവരായിരുന്നു അവർ. അവരുടെ അടുത്തേക്ക് ഒരു ദിവസം മിക്കാലി ചെന്നു. Mikali had been told that there was a nursing mother there who might take pity on his baby. So there he went full of hope. അക്കൂട്ടത്തിൽ മുലയൂട്ടുന്ന ഒരു അമ്മ ഉണ്ടെന്ന് അവർ മിക്കാലിയോട് പറഞ്ഞിരുന്നു. അപ്പം അവർക്ക് തൻ്റെ ശിശുവിനോട്, കുഞ്ഞനിയനോട് ദയവ് തോന്നിയിട്ട് മിക്കാലിക്ക് തോന്നി അവർക്ക് തൻ്റെ അനിയനോട് ദയവ് തോന്നുന്നു. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അവന് ആ ക്യാമ്പിലേക്ക് ചെന്നത്. ദർ ക്യാമ്പ് വാസ് ലൈക്ക് ഹിസ്, ദ സെയിം മിസറി. അവരുടെ ക്യാമ്പും തൻ്റെ ക്യാമ്പിൽ അതേ ദുരവസ്ഥയിൽ തന്നെയായിരുന്നു അവിടെയും. ഓൾഡ് വിമൺ വേർ ക്രൗച്ച്ഡ് ഓൺ പാലറ്റ്സ് ഓൺ ദി ഗ്രൗണ്ട്. barefooted children played about in pools of dirty water. തറയിൽ വിരിച്ച വൈക്കോൽ പായൽ
പാലറ്റ്സിലെ പാലറ്റ്സ് എന്ന് പറഞ്ഞാൽ വൈക്കോൽ പായലാണ്. വൈക്കോൽ പായൽ വൃദ്ധരായിട്ടുള്ള സ്ത്രീകൾ ചമ്മറം പടിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് ഡേർട്ടി വാട്ടർ മലിനജലത്തിൽ അവർ ബെയർ ഫൂട്ടഡ് നഗ്നപാതരായിട്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദെൻ ആസ് ഹി അപ്രോച്ച്ഡ് സെവറൽ ഓൾഡ് വിമൺ റോസ് ടു ആസ്ക് വാട്ട് ഹി വാണ്ടഡ്. But he walked on and stopped only at the opening of a tent. From the interior of the tent came the sound of a wailing infant. വെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരച്ചിൽ കേട്ടോ. വെയിലിംഗ് ഓഫ് ഇൻഫൻറ്റ്. ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ നവജാത ശിശു എന്നാണ്. ഇൻഫൻറ്റ് നവജാത ശിശു, അടുത്ത് ജനിച്ച കുട്ടി. അപ്പോൾ എന്താ ചെയ്തത്? അവരെ സമീപിച്ച സമയത്ത് എന്ത് ചെയ്തു? ധാരാളം വൃദ്ധരായിട്ട് സ്ത്രീകൾ എഴുന്നേറ്റിട്ട് അവനോട് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. എന്നാൽ അവൻ നടത്തം തുടർന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കൂടാരത്തിൻ്റെ വാതിൽക്കെത്തിയപ്പോൾ അവൻ അവിടെ നിന്നു. ആ കൂടാരത്തിനുള്ളിൽ നിന്നാണ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടിരുന്നത്. അവനറിയാം അതിനകത്താണ് പാൽ കൊടുക്കുന്ന അമ്മ ഉള്ളതെന്ന് അവന് അറിയായിരുന്നു. നേരെ അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഹാവ് പിറ്റി ഓൺ ദിസ് പുവർ ഓർഫൻ ആൻഡ് ഗിവ് ഹിം എ ലിറ്റിൽ മിൽക്ക്. ഐ എം എ പുവർ അർമേനിയൻ, ഹി സെഡ് ഇൻ ഗ്രീക്ക്. അവന് ഗ്രീക്കിൽ ആ ടെൻറ്റിന് മുന്നിൽ ചെന്ന് നിന്നിട്ട് ഗ്രീക്ക് ഭാഷയിൽ അവന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ പാവം അനാഥ ശിശുവിൽ ദയവ് തോന്നി അതിനൊരല്പം പാല് നൽകണം. ഞാനൊരു പാവം അർമേനിയക്കാരനാണ്, ദയവ് ചെയ്തിട്ട് ഈ കുഞ്ഞിന് കുറച്ച് പാല് നൽകണമെന്നാണ് അവന് ഗ്രീക്ക് സംസാരിച്ചത്. അറ്റ് ഹിസ് അപ്പീൽ എന്ന് പറഞ്ഞാൽ അപേക്ഷ. എ ലവ്ലി ജാക്ക് വുമൺ അപ്പിയർഡ്. അവൻ്റെ അപേക്ഷ കേട്ട് മനോഹരിയായ ഒരു കറുത്ത സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ അതിന് പുറത്തേക്ക് വന്നു. ഷി ഹെൽഡ് ഇൻ ഹെയർ ആംസ് ആൻഡ് ഇൻഫൻറ്റ് ബ്ലിസ്ഫുള്ളി സക്ക് ഇൻ ദ മെറ്റേണൽ ബ്രസ്റ്റ്, ഇറ്റ്സ് ഐസ് ഹാഫ് ക്ലോസ്ഡ്. അപ്പം അവളുടെ മാരടത്തിൽ പാൽ നുകർന്നുകൊണ്ടൊരു ശിശു പാതി അടഞ്ഞ കണ്ണുകളോടെ കിടപ്പുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആനന്ദത്തോടു കൂടിയാണ് ആ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ട് ഇരുന്നത്. ലെറ്റ്സ് സീ ദ കിഡ്. ഇസ് ഇറ്റ് എ ബോയ് ഓർ എ ഗേൾ? കുഞ്ഞിനൊന്ന് കാണട്ടെ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? മിക്കാലിസ് ഹാർട്ട് ട്രംബിൾഡ് വിത്ത് ജോയ്. മിക്കാലിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. Several neighbors had come closer to see, and they helped him to take from his shoulders the sack where the baby brother was held. With curiosity, they leaned over. He drew back the cover. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ അവിടെ എത്തിച്ചേർന്നു. ആ ചുറ്റും കൂടിച്ച് അവൻ്റെ തോളിൽ തൂക്കിയിരുന്ന തുണിഭാണ്ഡത്തിൽ നിന്നും ശിശുവിനെ പുറത്തിറക്കാൻ വേണ്ടി, കുഞ്ഞിനെ പുറത്തിറക്കാൻ വേണ്ടി അവരെല്ലാവരും സഹായിച്ചു. ആകാംക്ഷയോട് കൂടിയാണ് അവർ കുനിഞ്ഞു നോക്കിയിട്ട് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി ആകാംക്ഷയോട് കൂടി അവർ കുനിഞ്ഞു നോക്കി. അവൻ ശിശുവിനെ മുഖം മൂടിയിരുന്ന ആ തുണി പതുക്കെ മാറ്റി. അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം അല്ലേ? ദ വിമൺ ഗേവ് went to various cries of horror. എന്താണ്? പെട്ടെന്ന് തന്നെ ഭയന്ന ഒരു കരച്ചിൽ സ്ത്രീകളിൽ നിന്ന് ഉയർന്നു. അവർ ഉച്ചത്തിൽ പേടിച്ച ഒരു കരച്ചിൽ അവർ എല്ലാവരും കൂടെ കരഞ്ഞു. The child had no longer anything human about it. ആ കുഞ്ഞിന് മനുഷ്യരൂപം എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ പുറത്തെടുത്ത കുഞ്ഞിന് മനുഷ്യരൂപം എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു കുട്ടിയുടെ കണ്ടീഷൻ? The head had become enormous. Enormous എന്ന് പറഞ്ഞാൽ വളരെ വലുത്. Enormous, and the body of an incredible thinness was all shriveled up. എന്ത് സംഭവിച്ചത്? തല വലുതും ശരീരം അവിശ്വസനീയമാവിധം ശോഷിച്ചതുമായിരുന്നു. തിന്നായിരുന്നു, ശോഷിച്ചതിലെ മെലിഞ്ഞു പോയതായിരുന്നു. Until then it had sucked only its thumb. It was all swollen. അതുവരെ ജനിച്ചിട്ട് ആ സമയം വരെ ആ കുട്ടി തള്ളവിരൽ മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടിയുടെ തള്ളവിരൽ മാത്രമാണ് കുടിച്ചിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് നീര് വന്ന് വീർത്തിരുന്നു. ആ തള്ളവിരൽ മാത്രം വീർത്തിരുന്നു. കുട്ടിയുടെ തല വലിയൊരു തലയും ശരീരം വളരെ മെലിഞ്ഞ് ആ കുട്ടി ഇതുവരെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് വളരെ മെലിഞ്ഞും കാണപ്പെട്ടു. ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ. മിക്കാലി ഹിംസെൽഫ് ഡ്രീ ബാക്ക് ഇൻ ഫ്രൈറ്റ്. ഡ്രെഡ്ഫുൾ, അത് ഭീതിപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. മിക്കാലി പോലും ഭയന്ന് തല പിൻവലിച്ചു.
മിക്കാലി പോലും പെട്ടെന്ന് അതിലെ കുഞ്ഞിനെ കണ്ടിട്ട് മിക്കാലി പോലും ആ കുട്ടിയുടെ രൂപം കണ്ട് പേടിച്ചു പോയി. പിന്നെ ബാക്കി കൂടി നിന്ന അവസ്ഥ പിന്നെ പറയാൻ പറ്റില്ലല്ലേ. ഓൾ ഓഫ് ദം ടുഗദർ ചേസ്ഡ് ഹിം എവേ ത്രട്ടനിങ്. അവരെല്ലാം തന്നെ അവനെ ഭയപ്പെടുത്തി ഓടിച്ചു വിട്ടോടുന്നു. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ് ഹി വെൻ്റ് ഓഫ് ബെയറിങ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ വെയിലിംഗ് ഇൻ ഇറ്റ്സ് ഹങ്കർ. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീര് നിറഞ്ഞു. വിശന്ന് കരയുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി. ഇപ്പം കുട്ടിക്ക് പാലെടുക്കാൻ ആ സ്ത്രീ തയ്യാറായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? ആ കുട്ടിയുടെ രൂപം കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി. കുട്ടിക്ക് മനുഷ്യ ശരീരം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. വലിയ തലയും, ജനിച്ചിട്ട് അത്ര ദിവസമായിട്ടും കുട്ടി ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. വെറും വിരൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മരിച്ചു പോയതുകൊണ്ട് ഈ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പോലും ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ രൂപം കണ്ട് മിക്കാലി പോലും ഭയന്നുപോയി. There was nothing to be done. The child was condemned to die of hunger. അവനൊന്നും തന്നെ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. വിശന്ന് മരിക്കുവാൻ ആ ശിശു വിധിക്കപ്പെട്ടിരിക്കുന്നു. വേറൊന്നും ചെയ്യാൻ പറ്റില്ല. വിശന്ന് മരിക്കാമെന്ന് മാത്രമായിരുന്നു ആ കുട്ടിക്ക് ഇനി ചെയ്യാണ്ടായിരുന്നത്. മിക്കാലി ഫെൽറ്റ് ഹിംസെൽഫ് ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ്. മിക്കാലിക്ക് താൻ ഏകനും അനാഥനുമായിട്ട് തോന്നി. A chill ran up his spine at the thought that he was carrying such an unlucky child. താൻ അത്രയും നിർഭാഗ്യവാനായ ഒരു കുഞ്ഞിനെയും കൊണ്ടാണല്ലോ നടക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ അവൻ്റെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറി. അവനൊരു പേടിങ്ങനെ വന്നു. He slumped down in the shadow of a shed. It was still very warm. ഒരു ഷെഡിൻ്റെ തണലിൽ അവന് തളർന്നിരുന്നു. തളർന്നവിടെ ഇരുന്നു. അപ്പോഴവിടെ നിന്നും ചൂട് മാറിയിരുന്നില്ല. The country spread out before him in arid wasteland covered with refuse. മാലിന്യങ്ങൾ നിറഞ്ഞ് പാഴും ശൂന്യവുമായ പ്രദേശമായി ആ ഭാഗം, അവൻ നിൽക്കുന്ന ഭാഗം അവന് മുന്നിൽ പരന്നു കിടക്കുന്ന പോലെ അവന് തോന്നി. Noon rang out somewhere. അതുപോലെ തന്നെ എവിടെ നിന്നോ സമയം ഉച്ചയായി എന്ന് അറിയിക്കുന്ന ബെല്ല്, മണി മുഴങ്ങാൻ തുടങ്ങിയിരുന്നു. ഇപ്പം എവിടെയോ ഉച്ച സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന മണി മുഴങ്ങാൻ തുടങ്ങി. The sound reminded him that he had eaten nothing since the day before. തലേ ദിവസം മുതൽ ഇതുവരെ താൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് ആ ഉച്ചയായി എന്നുള്ള ശബ്ദം, ആ മണി മുഴങ്ങുമെന്ന് കേട്ടപ്പം അവന് ഓർമ്മ വന്നു. He would have to go sneaking about the streets, round cafe terraces, filching some half-eaten roll left on a plate. Filch എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നാണ്. മോഷ്ടിക്കുക. Or else rake about in the garbage for what a dog would not have eaten. Suddenly, life seemed to him so full of horrors that he covered his face with his hands and began to sob desperately. Sob എന്ന് പറഞ്ഞാൽ തേങ്ങി കരയുക. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ തലേ ദിവസം മുതൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഓർമ്മ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇനി അവന് തെരുവുകളിലൂടെയും അതുപോലെ ഹോട്ടലുകളുടെ ടെറസിന് ചുറ്റും ഒച്ച വെക്കാതെ അവനെ നടന്ന് ഇനി പ്ലേറ്റുകളിൽ പകുതി ഉപയോഗിച്ച അതിന് ചുറ്റും നടക്കുകയും അതുപോലെ പ്ലേറ്റുകളിൽ പകുതി ഉപയോഗിച്ച ആഹാര സാധനങ്ങൾ കവർന്നെടുക്കുന്നതിനും അല്ലെങ്കിൽ നായ്ക്കൾ ഉപയോഗിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ തേടി അവൻ കുപ്പത്തൊട്ടിയിലൂടെയും നടക്കണമെന്ന് അവന് തോന്നി. അതുപോലെ അങ്ങനെ തെരഞ്ഞു പോകേണ്ടി വരുമല്ലോ എന്ന് അവന് ചിന്തിച്ചു. എങ്കിൽ മാത്രം അവൻ എന്തെങ്കിലും ഭക്ഷണം കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തൻ്റെ ജീവിതം വലിയ ഭയങ്ങൾക്ക് നടുവിലാണെന്ന് അവന് തോന്നി. അവൻ ചെയ്തു? കൈകൾ കൊണ്ട് മുഖം മറച്ചാൻ നിസ്സഹായനായി കരഞ്ഞു. വേറൊന്നും അവന് ചെയ്യാനില്ലായിരുന്നു. അവന് തലേ ദിവസം മുതൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇനി ഹോട്ടലുകളുടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നോക്കണം. ഇല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ പോയിട്ട് നായ്ക്കൾ കഴിക്കാതെ ഉപേക്ഷിച്ച് പോയ വല്ല ഭക്ഷണം ഉണ്ടോ എന്നൊക്കെ തിരഞ്ഞ് കണ്ടെത്തണമായിരുന്നു. അപ്പോൾ അവന് ജീവിതം തന്നെ അവൻ്റെ മുന്നിൽ വലിയൊരു ഭയമായിട്ട് മാറി നിന്നു. അവന് സങ്കടം കൊണ്ട് അവിടെ ഇരുന്നു കരഞ്ഞു. When he raised his head, a man stood before him, gazing down upon him. Mikkali recognized the Chinaman who often came to the camp to sell paper knickknacks and
charms which no one ever bought from him anyway. Often they mocked him because of his color and his squint eyes. അപ്പോൾ അവന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് തലയുയർത്തി നോക്കുമ്പോൾ ഒരാൾ തനിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരാൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പം വില കുറഞ്ഞ അപ്പം അത് ആരായിരുന്നത്? അത് തൻ്റെ ക്യാമ്പിൽ വന്നിരുന്ന ചൈനക്കാരനായിരുന്നു. അദ്ദേഹം എന്തിനായിരുന്നു ക്യാമ്പിൽ വന്നുകൊണ്ടിരുന്നത്? വില കുറഞ്ഞ ആഭരണങ്ങളും അതുപോലെ മറ്റേ പേപ്പറിനോട് ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളൊക്കെ വിൽക്കുന്നതിന് വേണ്ടി തൻ്റെ ക്യാമ്പിലേക്ക് ഈ ചൈനക്കാരൻ വന്നത് അദ്ദേഹം മിക്കാലി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് വരെ ഒരാൾ പോലും അയാളിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങിയിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിറവും അതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ ചൈനക്കാട് കണ്ണ്, ആ കണ്ണുകളും കോങ്കണ്ണാണെന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും സ്കിൻഡ് ഐസ് കോങ്കണ്ണല്ലേ, കോങ്കണ്ണും എന്ന് പറഞ്ഞ് അവരെപ്പോഴും അദ്ദേഹത്തെ കളിയാക്കാണ് ചെയ്തിരുന്നത്. ആ ചൈനക്കാരനാണ് അദ്ദേഹത്തിന് മിക്കാലിയുടെ മുന്നിൽ പോന്ന് നിൽക്കുന്നത്. Mikali saw that he was looking gently down at him and moving his lips as though to speak. Finally, the Chinaman said, "You must not cry, boy." അപ്പോൾ മിക്കാലി എന്താ കണ്ടത്? തന്നെ സഹതാപപൂർവം അല്ലേ, സഹതാപപൂർവം അയാൾ തന്നെ നോക്കുന്നത് മിക്കാലി കണ്ടു. അപ്പം എന്തോ പറയാൻ വേണ്ടി അയാൾ ചുണ്ടുകൾ ചലിപ്പിച്ചു, എന്തോ പറയാൻ വേണ്ടിയിട്ട്. അവസാനം ചൈനക്കാരൻ പറഞ്ഞു, "നീ കരയരുത് കുട്ടി, നീ കരയരുത്." പിന്നെ ദെൻ ടിമിഡിലി പറഞ്ഞാൽ ലജ്ജയോടുകൂടി, ടിമിഡിലി കം വിത്ത് മീ, പിന്നെ അല്പം ലജ്ജയോടുകൂടി പറഞ്ഞു, എന്നോടൊപ്പം വരിക. ചൈനക്കാരൻ മിക്കാലിയോട് പറഞ്ഞു, "നീ കരയരുത്, നീ എൻ്റെ കൂടെ വരൂ" എന്ന് പറഞ്ഞു. മിക്കാലിസ് ഓൺലി ആൻസർ വാസ് ടു ഷേക്ക് ഹിസ് ഹെഡ് നെഗറ്റീവ്ലി. ഹി ലോങ് ടു ഫ്ലീ. അപ്പോൾ ഇല്ല, പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടുക മാത്രമായിരുന്നു മിക്കാലിയുടെ മറുപടി. മിക്കാലി പറഞ്ഞു, "ഇല്ല, ഞാൻ വരുന്നില്ല." തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, "ഞാൻ വരുന്നില്ല" എന്ന് പറഞ്ഞു. പിന്നെന്താണ്? ഹി ലോങ് ടു ഫ്ലീ. അവൻ അവിടെ നിന്ന് ഓടിപ്പോകുവാൻ ആഗ്രഹിച്ചു. അവിടെ നിന്ന് ലോങ്ഡ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, ലോങ്ഡ് ടു ഫ്ലീ എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുവാൻ ആഗ്രഹിച്ചു. He had heard so many horrors about the cruelty of the Orientals. ഓറിയൻ്റൽസ് എന്ന് പറഞ്ഞാൽ പൗരസ്ത്യര്. അത് നമ്മുടെ ഏഷ്യ ഭാഗങ്ങളൊക്കെ ഓറിയൻ്റൽസ് ആണ്. കിഴക്ക് വശത്ത് താമസിക്കുന്നവരൊക്കെയാണ് ഓറിയൻ്റൽസ്. അപ്പം പൗരസ്ത്യരായിട്ടുള്ള ആളുകളുടെ ക്രൂരതകളെ കുറിച്ച് അവൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, അവൻ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് അവന് തോന്നിയത്. യെറ്റ് ദ മാൻ റിമൈൻഡ് ദർ ആൻഡ് ഡിഡ് നോട്ട് ബഡ്ജ്. എന്നിട്ടും അയാൾ അവിടുന്ന് പോകാതെ നിന്നു, അവിടെ തന്നെ നിന്നു. അയാൾ അനങ്ങിയില്ല. അവനെ വിളിച്ചു, അവനോട് വരാൻ പറഞ്ഞിട്ട് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും അയാൾ അനങ്ങിയില്ല, അവിടെ തന്നെ നിന്നു. സോ ബീങ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ് മിക്കാലി ഫോളോഡ് ഹിം. അപ്പം അതുകൊണ്ട് മടിച്ചാണെങ്കിലും മിക്കാലി അയാളെ പിന്തുടർന്നു. വാട്ട് മോർ എഫുൾ തിങ് കുഡ് ഹാപ്പൻ ടു ഹിം. അപ്പം ഇതിലധികം എന്ത് നഷ്ടമാണ്, എന്ത് ദുരന്തമാണ് തനിക്കിനി സംഭവിക്കാൻ പോകുന്നത്? ഇതിലും വലിയ, ഇപ്പോൾ സംഭവിക്കുന്ന ദുരന്തത്തിലും വലിയ ദുരന്തങ്ങൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മിക്കാലി ചിന്തിച്ചു. ആസ് ദേ വാക്ക്ഡ് അലോങ് ഹി സ്റ്റംബിൾഡ് വീക്ക്ലി ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ വിത്ത് ദ ചൈൽഡ്. അപ്പം നടന്നു പോകുമ്പോൾ ക്ഷീണിച്ച് അവശനായിട്ടുള്ള മിക്കാലി കുഞ്ഞിനെയും കൊണ്ട് വീഴാൻ തുടങ്ങി. കാരണം അത്രയും തളർന്നു വീടുണ്ടായിരുന്നു മിക്കാലി. The Chinaman came to him and taking the baby in his arms, tenderly pressed it to him. അപ്പോൾ ചൈനക്കാരൻ എന്ത് ചെയ്തു? ചൈനക്കാരൻ കുഞ്ഞിനെ അവൻ്റെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ മാറോട് സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. ചൈനക്കാരൻ്റെ ചിത്രത്തിൽ കൂടെ കാണാം. ചൈനക്കാരൻ മിക്കാലിയും കാണാം. മിക്കാലിയുടെ പുറകിലുള്ള ആ തുണിഭാണ്ഡത്തിലാണ് മിക്കാലിയുടെ അനിയൻ ഇരിക്കുന്നത്. They crossed several empty loads and then the man took a little lane that led them to a sort of wooden cabin surrounded by a very small garden. അപ്പോൾ ജനവാസമില്ലാത്ത പല സ്ഥലങ്ങളിലൂടെ കടന്നിട്ട് ഒരു പാതയോരത്ത് അവരെത്തി. അപ്പോൾ തടി കൊണ്ടുള്ള ഒരു കൊച്ചു വീട്ടിലേക്കാണ് അവർ ചെന്നത്. വുഡൻ ക്യാബിൻ, തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കൊച്ചു വീട്ടിലേക്ക് അവർ ചെന്നു. അതിന് ചുറ്റും ചെറിയൊരു ഉദ്യാനവും ഉണ്ടായിരുന്നു. He stopped before the door and clapped his hands twice. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വാതിലിൻ്റെ അടുത്ത് വന്നിട്ട് പതുക്കെ 2 വട്ടം കൈകൾ അടിച്ചു. ഡോറിന് മുന്നിൽ വന്നിട്ട് ക്ലാപ്പ് ചെയ്യാൻ കൈ അടിച്ച് 2 വട്ടം കൈകൾ അടിച്ചു.
A few light steps inside and a tiny person came to open the door. അപ്പോൾ വളരെ പതിഞ്ഞ അകത്ത് വളരെ പതിഞ്ഞ കാലടി ശബ്ദം കേട്ടു. അങ്ങനെ ഒരു കുറച്ച് ചെറുതായിട്ടുള്ള ഒരു കുറുകിയ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. Seeing the man, her face reddened and then a happy smile lit it up. അപ്പം അവരെ കണ്ട ഉടനെ തന്നെ സന്തോഷം നിറഞ്ഞൊരു ചിരി അവരുടെ മുഖത്ത് വിരിഞ്ഞു. ആ സ്ത്രീയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. ഷി മേഡ് എ ബ്രീഫ് courtesy to them. അവർ ആതിഥ്യപൂർവ്വം അവരെ സ്വീകരിച്ചു. ആ സ്ത്രീ ആതിഥ്യപൂർവ്വം അവരെ സ്വീകരിച്ചു. രണ്ടും മിക്കാലിയെയും ഈ ചൈനക്കാരനെയും സ്വീകരിച്ചു. ആസ് മിക്കാലി റിമൈൻഡ് ദർ ഹെസിസ്റ്റൻ്റ്ലി പറഞ്ഞാൽ ഹെസിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ശങ്കിച്ച് നിൽക്കുക ഡൗട്ട്ഫുള്ളി. റൂട്ടഡ് ടു ദ threshold to Chinaman. The Chinaman said to him, "Come in then, do not be afraid, this is my wife." അപ്പം പക്ഷേ അവർ ക്ഷണിച്ചെങ്കിൽ കൂടെ മിക്കാലി എന്ത് ചെയ്തു, വാതിൽക്ക് തന്നെ നിന്നു, അകത്തേക്ക് കയറല്ല, മടിച്ച് നിന്നു. അപ്പം ചൈനക്കാരൻ മിക്കാലിയോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, അകത്തേക്ക് വരുമോ, ഇതെൻ്റെ ഭാര്യയാണ്, നീ ധൈര്യത്തോടു കൂടി അകത്തേക്ക് വന്നാലും. മിക്കാലി went into the room, rather large it seemed, separated in the middle by a colored paper screen. It was all so clean and neat, though very poor looking. In the corner he noticed a wicker cradle. മിക്കാലി ആ മുറിയിലേക്ക് ചെന്നു. പുറമേ കാണുന്നതിലും വലിയ മുറിയായിരുന്നു അകത്ത്. നിറമുള്ള ഒരു സ്ക്രീൻ കൊണ്ട് അതിൻ്റെ മധ്യഭാഗം വേർതിരിച്ചിരുന്നു. വില കുറഞ്ഞതായിരുന്നെങ്കിലും വൃത്തിയും വെടിപ്പും ഉണ്ടായിരുന്നു ആ മുറികൾക്ക്. ആ മുറിയുടെ മൂലയിൽ ചൂരൽ കൊണ്ട് നിർമ്മിച്ച ഒരു തൊട്ടിൽ കണ്ടു. വിക്കർ ക്രാഡിൽ, ചൂരൽ കൊണ്ട് നിർമ്മിച്ച തൊട്ടിൽ, ക്രാഡിൽ നിന്ന് തൊട്ടിൽ, ചൂരൽ കൊണ്ട് നിർമ്മിച്ചൊരു തൊട്ടിൽ അദ്ദേഹം മിക്കാലി കണ്ടു. "That is my baby," said the young woman, cocking her head graciously to one side and smiling at him. "He is very tiny and very beautiful. Come and see." അതെൻ്റെ കുഞ്ഞാണ്. തല ഒരു വശത്തേക്ക് ചെരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ആ യുവതി എന്ത് പറഞ്ഞു, അതെൻ്റെ കുഞ്ഞാണ്, തല ഒരു വശത്തേക്ക് ചെരിച്ച് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവർ അത് പറഞ്ഞത്. അവനൊരു കൊച്ചു സുന്ദരനാണ്, വന്ന് കണ്ടോളൂ, അവനൊരു കൊച്ചു സുന്ദരനാണ്, വന്ന് കണ്ടു നോക്കൂ. മിക്കാലി went up closer and silently admired it. മിക്കാലി അടുത്ത് നിന്ന് നിശബ്ദമായിട്ട് ആ കുഞ്ഞിനെ നോക്കി നിന്നു. A chubby baby, but lately out of the darkness of the maternal body slept peacefully, covered with a gold brocade cloth like a little king. അപ്പോൾ ചബി തടിച്ചിരുണ്ട ഒരു കുഞ്ഞായിരുന്നു അത്. അമ്മയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് സ്വർണ്ണ നിറമുള്ള ഒരു കസവ് തുണിയിൽ പൊതിഞ്ഞ് ഒരു കൊച്ചു രാജകുമാരനെ പോലെയായിരുന്നു ആ കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വർണ്ണ നിറമുള്ള കസവ് തുണി പൊതിഞ്ഞിട്ട് ഒരു കൊച്ചു രാജകുമാരനെ പോലെയായിരുന്നു ആ കുഞ്ഞ് ഉറങ്ങിയിരുന്നത്. നമ്മൾ ഈ സമയത്ത് മിക്കാലിയുടെ കയ്യിലുള്ള കുട്ടിയെയും ഈ കുട്ടിയെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. Then the husband called his wife over. He told her to sit on a straw mat. Without a word, he sat down on her lap, the little famished one, bowing deeply before her. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഭർത്താവ് ചൈനക്കാരൻ തൻ്റെ ഭാര്യയെ വിളിച്ചു. അവളോട് എന്ത് ചെയ്തു, സ്ട്രോ മാറ്റ് എന്ന് പറഞ്ഞാൽ പുൽപ്പായ, പുൽപ്പായയിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഒരു വാക്കും പറയാതെ എന്ത് ചെയ്തു, അവളുടെ മടിയിലേക്ക് വിശന്ന് തളർന്ന കുഞ്ഞിനെ വെച്ചു കൊടുത്തു. ലാപ്പ് എന്ന് പറഞ്ഞാൽ മടിയില്ലേ. The woman leaned over with astonishment and drew back the covering in which the child was wrapped. അപ്പോൾ അവൾ അത്ഭുതത്തോടു കൂടി ആ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന തുണി നീക്കി. ഓർമ്മ വരണം, ഈ സമയം നിങ്ങൾ ഓർക്കണം, ഈ കുഞ്ഞിനെ ആദ്യം ഒരു നഴ്സിംഗ് വുമൺ അവർ കുഞ്ഞിന് പാൽ കൊടുക്കാൻ സമ്മതിച്ചു, കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞല്ലേ. കുഞ്ഞിനെ കണ്ട സമയത്ത് എന്തായിരുന്നു അവരുടെ ഫീലിംഗ് എന്ന്, കുട്ടിയുടെ രൂപം കണ്ടിട്ട് പേടിച്ചിട്ട് അവരെല്ലാവരും കൂടെ അവനെന്ത് ചെയ്തു, ആ സ്ഥലത്ത് നിന്നും മിക്കാലിയെ ഓടിച്ചു വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ചൈനക്കാരൻ എന്ത് സംഭവിച്ചു, ചൈനക്കാരൻ്റെ വൈഫ് എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത്ഭുതത്തോടു കൂടിയാണ് അവർ മിക്കാലിയുടെ അനിയനെ മൂടിയിരുന്ന തുണി മാറ്റിയത്. It appeared to her in all its skeletonic horror. She gave a cry of immense pity, then pressed the babe
ടു ഹെർ ഹാർട്ട് ഗിവിങ് ഇറ്റ് ദ ബ്രസ്റ്റ്. അപ്പം എന്താണ്, എല്ലുന്തിയ ഒരു ഭീകരം, സ്കെലിറ്റോണിക്, എല്ലുന്തിയ ഒരു ഭീകര രൂപമായി കുഞ്ഞ് അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക. അവൾ പതുക്കെയാണ് തുണിവ് മാറ്റി. ദയനീയമായിട്ട് അവൾ നിലവിളിച്ചു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ആ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്തു. ഓർക്കണം, ആ കുഞ്ഞിൻ്റെ രൂപം കണ്ടിട്ട് ആദ്യം ഒന്ന് എന്താണ്, സങ്കടത്തോടു കൂടിയാണ് കരഞ്ഞുള്ളത്, പേടിച്ചിട്ടല്ല, സങ്കടത്തോടു കൂടിയാണ്. ദയനീയമായിട്ടാണ് ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ യുവതി കരഞ്ഞത്. എന്നിട്ട് അതിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. Then, with a gesture of modesty, she brought forward a flap of her robe over the milk-swollen breast and the poor gluttonous infant sucking there. Gluttonous എന്ന് പറഞ്ഞാൽ ആർത്തി, ഗ്രീഡി, ആർത്തിയുള്ള. അപ്പം അത് പിന്നീട് എന്ത് ചെയ്തു? കുഞ്ഞിനെ മാറോട് ചേർത്തണിച്ചു. പിന്നെ വളരെ സൗമ്യമായി അവരെന്ത് ചെയ്തു? തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു പാളി തുറന്നിട്ട് എന്ത് ചെയ്തു? പാലൂറി നിൽക്കുന്ന സ്തനം വിശന്ന് വലഞ്ഞ കുഞ്ഞിനെ ആർത്തിയോടെ വലിച്ചു കുടിക്കാനും തുടങ്ങി. അപ്പം ആ കുഞ്ഞ് വളരെ ആർത്തിയോട് കൂടി, ജനിച്ചിട്ട് അന്നാണ് ആ കുഞ്ഞ് എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പം ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഈ കഥയിൽ നിന്ന് നമ്മൾ വലിയൊരു പാഠം പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെ രണ്ട് അമ്മമാരെ നമ്മൾ ഈ കഥയിൽ കണ്ടു. രണ്ടമ്മമാരെ കണ്ടു. ഒരമ്മ കുഞ്ഞിൻ്റെ രൂപം കണ്ടപ്പോൾ, ഈ കുഞ്ഞിൻ്റെ പാല് കൊടുക്കാൻ തയ്യാറായ ഒരമ്മ ഈ കുഞ്ഞിൻ്റെ രൂപം കണ്ടപ്പോൾ അലറി കരഞ്ഞു, പേടിച്ചിട്ട് കരഞ്ഞു, നിലവിളിച്ചു. കുഞ്ഞിനെ കൊണ്ട് മിക്കാലിയെ അവിടുന്ന് ഓടിച്ചു വിട്ടു, പാൽ കൊടുക്കാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ ചൈനക്കാരെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? മിക്കാലിക്കൊക്കെ ചൈനക്കാരൊക്കെ, അതല്ലെങ്കിൽ ഓറിയൻ്റൽസിലെ പൗരസ്ഥരൊക്കെ വളരെ ക്രൂരന്മാരാണ്, അവർ വലിയ ക്രൂരതകൾ ചെയ്യുന്ന ആളുകളാണെന്നാണ് കേട്ടിരുന്നത്. അങ്ങനെ വിശ്വസിച്ചിരുന്ന മിക്കാലിയുടെ മുന്നിൽ ചൈനക്കാരൻ വന്നത്. ആ ചൈനക്കാരൻ്റെ ഭാര്യ യാതൊന്നും പറയാതെ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ചൈനക്കാരൻ്റെ ഭാര്യയും കരഞ്ഞു. എങ്ങനെയാണ് കരഞ്ഞുള്ളത്? സഹതാപൂർവ്വമല്ലേ, സങ്കടത്തോടു കൂടിയാണ് കരഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ തൻ്റെ കുഞ്ഞിന് കൊടുക്കാനുള്ള മുലപ്പാൽ ഈ കുഞ്ഞിന് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ മാതൃത്വത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം മാതൃത്വം, മെറ്റേണിറ്റി എന്നുള്ള ഈ കഥയിൽ ലിലിക്ക നക്കോസ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച രണ്ട് അമ്മമാരുണ്ട്. ആ രണ്ടമ്മമാരിൽ ഏതമ്മയാണ് ഏറ്റവും മികച്ചത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ലോകത്ത് സ്നേഹവും സാഹോദര്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്പര സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സഹായം നമുക്ക് എപ്പോഴും ആവശ്യം വരും. അപ്പം ആ ഒരു ഇത് ഓർമ്മ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമാധാനത്തോടു കൂടി മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നിലകൊള്ളണം. ഒരിക്കലും മറ്റുള്ളവരെ ശത്രുക്കളായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് മെറ്റേണിറ്റി എന്നുള്ള കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഈ കഥയിലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ബൈ. സീ യു ലേറ്റർ.